ടേസ്റ്റെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. സോ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകുന്നു. The Appliance is an AI cooking assistant that offers a diverse range of recipes, effortless rice cooking, easy preparation of dough and dosa batter, and etc. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മസാലയുണ്ട്. അതാണ് നമ്മളിന്ന് മസാല ദോശ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ്, വെള്ളം. നമുക്ക് ഒരാൾക്കായിട്ടാണ് ഞാനത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് 12 എണ്ണം വേണം. അതിൽ ഉരുളക്കിഴങ്ങ്, വെള്ളം, പരിപ്പ്, അതിനും വെള്ളം വേണം, പച്ചമുളക്, ഇഞ്ചി, സവാള, കടുക്, വേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി. മല്ലിയില ഞാൻ പൊതുവെ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇത് നമുക്ക് ചപ്പാത്തിക്ക് ഉപയോഗിക്കാം, മസാല ദോശക്ക് ഫില്ലിങ്ങിന് ഉപയോഗിക്കാം, പൂരിക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിന്ന് പൂരിക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് നമുക്ക് 3 രീതിയിൽ എടുക്കാം കേട്ടോ. അളവിന് തൂക്കിയെടുത്തതിന് ശേഷം കുക്കറിൽ വേവിക്കാം, ഓവനിൽ വേവിക്കാം, ഇതിൽ തന്നെ നമുക്ക് വേവിക്കാം. ഞാൻ കുക്കറിലാണ് അത് വേവിച്ചത്. അതിനുശേഷം നമ്മുടെ പരിപ്പ് ഒരു വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് കുതിരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ അതവിടെ പ്രിപ്പറേഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു വെക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ പച്ചമുളക് ഒരു പീസ് നമുക്ക് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള കട്ട് ചെയ്ത് തൂക്കി വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ഒരു കഷ്ണം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിക്ക് അപ്രോക്സിമേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ. ഇതിനുശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മിക്സിയിലിട്ട് ചെയ്യുന്നത് പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് നമുക്ക് സൈഡിലേക്കൊക്കെ മുഴുവൻ ഒന്ന് ചെതറി പിടിച്ചിട്ടുണ്ട് ജാറിൻ്റെ ഭിത്തിയിലേക്ക്. അതൊക്കെ നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് താഴത്തോട്ടൊന്ന് ആക്കി കൊടുക്കണം. എല്ലാം കൂടെ ഒരു സ്ഥലത്തേക്കൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഉള്ളി വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ, ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരു ലാർജ് സ്പൂണ് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചും എടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് എങ്ങനെ വേണമെന്നുള്ളത്. കടുക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കുതിർക്കാനായിട്ട് വെച്ചിരുന്ന പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോടുകൂടി പിന്നെ ആഡ് ചെയ്യാനായിട്ടുള്ള ഉപ്പാണ്. അപ്പോൾ കുറച്ചിടുക. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ടൈമിൽ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഉപ്പ് അഡീഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ് വേണം ഈ ഉള്ളി ഒന്ന് വാടി വരാനായിട്ട്. അപ്പോൾ നമുക്കത് ഓൺ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് നമുക്ക് എവിടെയെങ്കിലും പോയി റെസ്റ്റ് ചെയ്യാം. നമ്മൾ സാധാരണ പാചകം ചെയ്യണ പോലെ അതിൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. മിക്സിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളൂ. അപ്പോൾ ഉള്ളി കുറച്ചും കൂടെ വാടണം എന്നെനിക്ക് തോന്നിയത് കാരണം ഞാനത് പിന്നെ രണ്ടാമത് ഒരു 3-4-5 മിനിറ്റത്തേക്ക് വേണ്ടിയിട്ട് ഒരു 80% ചൂടിലും അതിൻ്റെ ഇതുണ്ട് ബ്ലേഡ്, അതൊരു മീഡിയം ലെവലിലും ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഓഫും ചെയ്യാം. ഞാൻ 3 മിനിറ്റത്തേക്കാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കിഴങ്ങ് കുക്കറിലാണ് ഞാൻ സെറ്റ് ചെയ്തത്, വേവിച്ചത്. അത് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കി ചതച്ചെടുത്തിട്ട് അത് ഈ ഒരു ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്മോൾ സ്പൂണാണ്. സ്പൂണിൻ്റെ അളവൊക്കെ ഉണ്ട്, അതനുസരിച്ചിട്ട് നമുക്ക് നോക്കി കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ലാസ്റ്റ് സ്റ്റേജാണ്. നമുക്കിനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനി സെറ്റായിട്ട് വരാം. നമുക്ക് ഫൈനലി വരാനായിട്ട് നമുക്കിനി ഒരു 1.25 മിനിറ്റ്, 1 മിനിറ്റും 15 സെക്കൻഡും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് വളരെ പെട്ടെന്നാണ് കേട്ടോ. കാരണം നമ്മൾ ഒന്നും അറിയാത്ത ആളുകൾക്കൊക്കെ ഇതൊക്കെ വളരെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ മല്ലിയില അതിൻ്റെ പൊക്കത്തൊന്ന് ഇട്ട് കൊടുക്കണമെന്നുണ്ട്. ഞാൻ മല്ലിയില അങ്ങനെ പൊതുവേ ഉപയോഗിക്കാറില്ല. നമ്മുടെ മസാല മിക്സ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ മറ്റേ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ മസാല ദോശ കഴിക്കുമ്പോഴുള്ള അതേ ടേസ്റ്റാണ്. വളരെ
നല്ല ടേസ്റ്റ് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതിനകത്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് പോവില്ല. നമ്മളൊരു ഉദ്ദേശം കണക്ക് പോലെയല്ല. നമുക്കിപ്പോൾ ഞാൻ ഒരാൾക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇന്ന് ഞാൻ അതിനോടുകൂടി ഇത് ഉണ്ടാക്കിയത് തന്നെ പൂരിയായിട്ട് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റായിരുന്നു. പുതിയ പുതിയ വിഭവങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും വരുന്നതാണ്. ഒന്നും അറിയാത്ത ആളുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ സ്ഥിരമായിട്ട് ഒരേ കറികൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ടേസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഭക്ഷണത്തെ അല്ലെങ്കിൽ പുതിയ പുതിയ ടേസ്റ്റുകൾ തേടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പുതിയ പുതിയ ഭക്ഷണ പരീക്ഷണങ്ങളൊക്കെ നടത്തണം എന്നുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വളരെയധികം യൂസ്ഫുള്ളാണ്. ഇനിയും പല പല വിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീണ്ടും കാണുന്നത് വരെ ബൈ.